മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള വാഫി കോളേജുകൾക്കെതിരെ സമസ്ത മുഷാവറ അംഗം സലാം ബാഖവി. ലീഗ്, സമസ്തയിലെ ഇ.കെയിലെയും എ.പിയിലെയും ഒരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരിയുടെ അനുയായികൾക്കെതിരെയാണ് ആരോപണം. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ഹക്കീം ഫൈസിയുടെ അനുയായികൾ ലഡു വിതരണം നടത്തിയെന്നാണ് വിമർശനം. ജമാഅത്തെ ആശയങ്ങളാണ് വാഫി കോളേജുകളിൽ പ്രചരിക്കുന്നതെന്നും സുന്നി ആദർശ സമ്മേളനത്തിൽ സലാം ബാഖവി ആരോപിച്ചു. ജൂലൈ 4 പൂക്കിപ്പറമ്പ് ഹൈദ്രോസ് മുസ്ലിയാർ സ്മാരക വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു. എന്തിന്റെ പേരിലായിരുന്നു? എന്തായിരുന്നു ആ ലഡു വിതരണത്തിന് പിന്നിൽ? ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു. എന്തിനായിരുന്നു ആ ലഡു? ഇനി ആ ലഡു കിട്ടാത്ത, അത് ഞാൻ പറയുമ്പോ ആ ലഡു കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന് ഒരു കടലാസ് ഇറക്കിയോണ്ട് കാര്യമല്ല. ലഡു കിട്ടിയവരിവിടെ ഉണ്ട്. നാഫിം മുസിബത്തും എതിരായാല് മുസിബത്ത് പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക. ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ ലഡു എന്നും അറിയാം. ആരാണെന്നറിയോ? 2010 ജൂലൈ 4 പൂക്കിപ്പറമ്പിലെ പ്രിൻസിപ്പാൾ, നിങ്ങളുടെ റിപ്പനുണ്ടല്ലോ, അയാളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വലങ്കയ്യല്ലേ, നിങ്ങളുടെ ഹക്കീം ഫൈസിയുടെ വലങ്കയ്യല്ലേ. സമസ്തയിൽ വ്യാപകമായി CICക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഫി കോളേജുകളിൽ പ്രചരിക്കുന്നത് പലപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളാണ്, പ്യൂരിറ്റൻ ആശയങ്ങളാണ്. ഇത് യഥാർത്ഥത്തിൽ തങ്ങളുമായി സമസ്ത പുലർത്തുന്ന ആശയവുമായിട്ട് ചേർന്നു പോകുന്നതല്ല. അതുകൊണ്ട് സമസ്ത ആശയപരമായി CICയിൽ നിന്ന് വിയോജിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണിപ്പോൾ ഹക്കീം ഫൈസിയുടെ അനുയായികൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ ലഡു വിതരണം നടത്തിയെന്നും, ഈ ഹക്കീം ഫൈസി എന്ന് പറയുന്നത് CICയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. വലിയ ആരോപണമാണ് ഇപ്പോൾ സലാം ബാഖവി ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം സമസ്തയിലെ മുഷാവറ അംഗം കൂടിയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, സമസ്ത ലീഗ് തർക്കം അവസാനിക്കുന്നില്ല. CIC വിഷയമുണ്ട്, ജമാഅത്തെ വിഷയമുണ്ട്, മുജാഹിദ് ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിലിപ്പോൾ CIC വിഷയത്തിൽ എന്തുകൊണ്ടാണ് സമസ്ത ഒരു കടുത്ത നിലപാടെടുത്തത് എന്നത് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുകയാണ് സലാം ബാഖവി. മൗദൂദിയൻ ആശയങ്ങൾ, ഇസ്ലാം മത രാഷ്ട്രീയ ആശയങ്ങൾ ഈ വാഫി കോളേജുകളിൽ ലീഗിൻ്റെ പിന്തുണയോടെ അഥവാ ലീഗിൻ്റെ നേതൃത്വത്തിൽ തിരികെ കയറ്റുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അത്ര ചെറുതല്ലാത്ത ആക്ഷേപമല്ലേ VS രഞ്ജിത്ത് ഇത്? ഡോക്ടർ, വളരെ ഗുരുതരമായ ആക്ഷേപമാണ് ഇപ്പോൾ സലാം ബാഖവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് കുറച്ച് മുമ്പ് നടന്ന ആദർശ സമ്മേളനത്തിലാണ് സലാം ബാഖവി ഈ പ്രസംഗം നടത്തിയത്. ഇപ്പോഴാണ് അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം സലാം ബാഖവി സമസ്തയിലെ ലീഗ് വിരുദ്ധ കേന്ദ്രങ്ങളുടെ, ലീഗ് വിരുദ്ധ ചേരിയുടെ വക്താവായിട്ടുള്ള നേതാവാണ് സലാം ബാഖവി. സമസ്തയുടെ ഇപ്പോൾ പുതിയതായി രൂപീകരിച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ, സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ തന്നെ ചുമതലയുള്ള മുഷാവറ അംഗം കൂടിയാണ് സലാം ബാഖവി. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഹക്കീം ഫൈസി അതിർശ്ശേരിയെ സമസ്ത എതിർക്കുന്നത്? ഹക്കീം ഫൈസി അതിർശ്ശേരിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളും തീവ്രമായ മതരാഷ്ട്രവാദവും ഒക്കെ പിൻപറ്റുന്നവരാണ് എന്ന ഉദാഹരിക്കാൻ വേണ്ടിയാണ് 2010 ജൂലൈ 4 ഹക്കീം ഫൈസി അതിർശ്ശേരിയുടെ അനുയായിയായിട്ടുള്ള ഇബ്രാഹിം ഫൈസി റിപ്പൺ പുക്കിയോട് കോളേജിൽ, വാഫി കോളേജിൽ ലഡു വിതരണം നടത്തി, ആഹ്ലാദ പ്രകടനം നടത്തി. അത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ട ആ ദിവസമാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ലീഗ് അനുകൂലികളായിട്ടുള്ള ഹക്കീം ഫൈസി അതിർശ്ശേരിയെ പോലുള്ളവരെ ലീഗ് സംരക്ഷിക്കുന്നതിൻ്റെ സാങ്കത്യത്തെയാണ് ഇപ്പോൾ ലീഗ് വിരോധികളായ സമസ്തയിലെ ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നത്. അത് ലീഗും ലീഗിനെ അനുകൂലിക്കുന്നവരും ഹക്കീം ഫൈസി അതിർശ്ശേരി അനുകൂലിക്കുന്നവരുമൊക്കെ മതരാഷ്ട്രവാദത്തിൻ്റെ വക്താക്കളാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരോധികൾ, ഉമർ ഫൈസിയെ പോലെയൊക്കെയുള്ള ലീഗ് വിരോധികളായ സമസ്തക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആക്ഷേപമാണ് സലാം ബാഖവി പറയുന്നത്. ഹക്കീം ഫൈസി അതിർശ്ശേരിയെ ഇപ്പോൾ സംരക്ഷിക്കുന്ന ലീഗാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിർശ്ശേരിക്കെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയാനും ലീഗിന് ബാധ്യതയുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ലീഗ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗിലെ ഒരു നല്ല വിഭാഗം
ഈ CIC-യുടെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മൗദൂദിയൻ ആശയങ്ങളോ മുജാഹിദിലെ ആശയങ്ങളോ ഒക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരുടെ പാഠ്യഭാഗത്തെത്തുന്നത് അത് ആ ആശയങ്ങളെ സ്വാധീനിക്കുന്നതൊന്നും അംഗീകരിക്കാൻ സാധ്യതയില്ല. ലീഗ് ആശയപരമായി നേരിടുന്നൊരു പ്രശ്നം, ഒരു ഭാഗത്ത് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയവും ആദർശവുമുണ്ട്. ആ ആശയത്തിനും ആദർശത്തിനും ഘടകവിരുദ്ധമായി മുജാഹിദുകളും ജമാഅത്തുകളും പോകുന്നു. അവർക്കൊപ്പം ലീഗ് കൂടി ആ വഴിക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് സമസ്തയെ സംബന്ധിച്ച് പ്രകോപനമുണ്ടാക്കുന്നത്. ഈ വിഷയത്തിൽ അദ്രിശ്ശേരിയുടെ നിലപാടിനെ തുറന്നെതിർക്കുകയാണ് സലാം ബാഖവി. എങ്ങനെയാണ് ലീഗ് ഇതിനെ നേരിടുക എന്നതാണ് പ്രശ്നം. കാരണം സമസ്തയിലെ ഒരു വിഭാഗം ഇപ്പോൾ ആശയപരമായിട്ടുള്ള പോരാട്ടം എന്ന നിലയിലാണ് ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. അത് കേവലം തങ്ങളുമായിട്ടുള്ളൊരു വിമർശനമല്ല, അത് ലീഗുമായുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ലീഗ് കരുതലോടുകൂടിയാണ് നേരിടേണ്ടത്. നമ്മളൊരു പ്രോഗ്രാമിലെ ഒരു സോഫ്റ്റ്വെയറിൽ സംഭവിച്ചു പോകുന്ന പിഴവാണ് എന്ന രീതിയിലാണ് സമസ്ത ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ലീഗിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു ഭാഗത്ത് ജമാഅത്തെയും മറുഭാഗത്ത് മുജാഹിദുകളും നിൽക്കുമ്പോൾ എങ്ങനെയാണ് സമസ്തയിലെ സുന്നി വിഭാഗത്തിൻ്റെ വിശ്വാസം പൂർണ്ണമായി ലീഗിന് നേടിയെടുക്കാൻ കഴിയുക എന്നതാണ് ഒരു രാഷ്ട്രീയ ചോദ്യം. ലീഗ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഉമർ ഫൈസി മുക്കം മറുഭാഗത്തും, വേറൊരു ഭാഗം പൂക്കോട്ടൂരടക്കമുള്ള ആളുകൾ മറ്റൊരു വിഭാഗത്തുമായി നിന്ന്, സമസ്തയിലെ നദ്വി അടക്കമുള്ള ആളുകൾ മറുഭാഗത്തും നിന്ന് ഈ പോരാട്ടം തുടരുകയാണ്. ഇന്നിപ്പോൾ ബഹാവുദ്ദീൻ നദ്വിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ഉമർ ഫൈസി തന്നെയാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണം എന്നതാണ് ബഹാവുദ്ദീൻ നദ്വി പറയുന്നത്. അപ്പോൾ സമസ്തയിലെ തർക്കം അങ്ങോട്ട് തീരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ സലാം ബാഖവിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വന്നിരിക്കുന്നത്.